ഈ പ്രൗഢമായ അനുഗ്രഹീതമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറെ ആദരണീയനായ പൂജനീയ സച്ചിദാനന്ദ സ്വാമികൾ, ശിവഗിരിയിൽ സന്ധ്യാസമയത്ത് പ്രാർത്ഥന കഴിഞ്ഞാൽ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയോടും ശ്രീനാരായണ ധർമ്മത്തോടും ചേർന്ന് പാരായണം ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഒരു ശൈലി കേരളമൊട്ടാകെ ഇന്ത്യ ഒട്ടാകെ വ്യാപ്തമായാൽ മതസമന്വയ ദർശനം എത്ര പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കും. എല്ലാവരും എല്ലാ മതങ്ങളും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിക്കണം. അതിന് ശിവഗിരിയിൽ ഗുരു സർവമത പാഠശാല സ്ഥാപിച്ചു. ആ സർവമത പാഠശാലയിൽ ഉപനിഷത്തും ഭഗവത്ഗീതയും വേദാന്ത ശാസ്ത്രവും ഒപ്പം ധർമ്മമതവും ബൈബിളും ഖുറാനും ഒക്കെ ചേർന്നുള്ള പാഠ്യ പദ്ധതിയാണ്. ശ്രീനാരായണ ഗുരു 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സമുചിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് അന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സംസ്കാരത്തിന്, ഒരു പുതിയ രീതിശാസ്ത്രത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ഗുരു. പ്രത്യേകിച്ച് അന്നത്തെ ഒരു ചുറ്റുപാട് 1921 മലബാറിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടാകാനിടയുള്ള വലിയ ധ്രുവീകരണം ഗുരു മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ അർത്ഥത്തിലുള്ള ഒരു സമന്വയത്തിന്റെ പാത ബോധപൂർവം ഉണ്ടാക്കിയത്. നടന്ന സർവമത സമ്മേളനം യഥാർത്ഥത്തിൽ ഒരു സർവമത സമ്മേളനം എന്ന് പറയാൻ സാധിക്കുമായിരുന്നില്ല. അത് മറ്റ് പല ഉദ്ദേശങ്ങളോടും കൂടി വിളിച്ചു ചേർത്ത ഒരു സമ്മേളനമായിരുന്നു. അതിന്റെ പ്രാധാന്യത്തെ കുറച്ച് കാണാതെ തന്നെ, പക്ഷേ അത് മാതൃകയാക്കിക്കൊണ്ടായിരുന്നില്ല ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. അതൊരു പുതിയ അനുഭവമായിരുന്നു കേരളത്തിനെന്നല്ല, ലോകത്തിന് തന്നെ. ഓരോ മതത്തിന്റെയും പ്രതിനിധികൾ അതാത് മതത്തിന്റെ സന്ദേശങ്ങൾ ഏറ്റക്കുറച്ചിലുകളില്ലാതെ പറയുകയും അത് ശ്രദ്ധാപൂർവം ഗുരു തന്നെ വേദിയിലിരുന്ന് കേൾക്കുകയും അങ്ങനെ സമൂഹത്തിന് എല്ലാ മതങ്ങളെക്കുറിച്ചുമുള്ള അവബോധവും ധാരണയും ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു ഡിസൈനായിരുന്നു, ഒരു രീതിയായിരുന്നു ആ സമ്മേളനത്തിന് ഗുരു നൽകിയിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ആകമാനം നടക്കുന്ന ഈ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷിക പരിപാടികളും ആ അർത്ഥത്തിലാണ്. ഇന്ന് തന്നെ നമുക്കിവിടെ കാണാം, ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ചും ക്രിസ്തു മതത്തെ പ്രതിനിധീകരിച്ചും ബുദ്ധധർമ്മത്തെ പ്രതിനിധീകരിച്ചുമെല്ലാം ഇവിടെ പ്രഭാഷണങ്ങൾ നടക്കുകയാണ്. ഇത് മറ്റെവിടെ കാണാൻ കഴിയും എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ഈ സമ്മേളനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഒക്കെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മതസൗഹാർദ്ദ നാടകത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവിടെ ഒരു പൂജാരിയും അച്ഛനും മൗലവിയും ഒക്കെ വന്നിരുന്ന് എല്ലാം ഗംഭീരം, എല്ലാം നല്ലത്, ശുഭം, സുന്ദരം എന്ന് പറഞ്ഞ് ചായ കുടിച്ച് പിരിഞ്ഞുപോയി പിന്നെ അവരവരുടെ ആലയങ്ങളിൽ ചെന്ന് അവരവർക്ക് പറ്റിയ വിധത്തിൽ പറയുന്ന ആ ഒരു കപട നാടകത്തെ കുറിച്ചല്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഓരോ മതങ്ങളും ആ മതങ്ങളുടെ ധർമ്മം, അത് മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്തെന്ന് സത്യസന്ധമായി പറയാനും എന്നിട്ടൊരു സമന്വയത്തിന്റെ പാത ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. ഗുരു അതിനു വേണ്ടിയാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്.